സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ നിനക്കൊക്കെ പൂർണ്ണ പാടത്തിനെ കാണിക്കാൻ എങ്ങനെ വിടണ്ടേ? പോകട്ടെ അന്തരാണ് പോയത് നിന്റെയൊക്കെ. നെല്ലിന് തളിക്കാൻ വെച്ചേതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു നീറ്റല്! എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി ഈ പണി വേണ്ട, വിട്ടേര്. അവൾ അവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ സഹിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ അല്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ, ഈയോ. അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയോ? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. ഒയ്യോ, അവന്മാരുടെ ആ പുകച്ചില് ഓട്ടമൊക്കെ കാണാൻ നിങ്ങളവിടെ ഇല്ലാതായി പോയല്ലോടാ എന്റെ. അയ്യോ, കുട്ടിച്ചാൻ ചെയ്തത് കറക്റ്റ്. കുട്ടിച്ചാൻ മിനി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലും ഇല്ല. കൊടുക്കേണ്ടോ മാർക്കിട്ട് കൊടുത്തു. അയ്യോ ചാനോ, അവന്മാർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ. എന്നാലും നമ്മുടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ? എടാ അയ്യോതെ, മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞ് നീ മറന്നോടാ. എന്റെ രാജകുമാരിയാണ് അവള്. അവളെ നിങ്ങളും രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടാ. അയ്യോ, അതിന് നീ എന്തിനാടാ കരയുന്നത് പുല്ലേ? അവളെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാ പോരെ? ഞാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ വിളിക്കാം. എടി മിനിയേ. എടിയെ, ഈ ചായ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പറയാതടാ. ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ, വലിയ സങ്കടമാ. നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല.